നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കേരള സീനിയർ സിറ്റിസൺ ഫോറം അവനിശ്ശേരി യൂണിറ്റിന്റെ 2ാം വാർഷിക സമ്മേളനം പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ ഉദ്ഘാടനം ചെയ്തു. ജപ്പാൻ കരോട്ടെ അസോസിയേഷൻ തൃശൂരിന്റെ നേതൃത്വത്തിൽ ജില്ലാ ട്രെയിനിംഗ് ക്യാമ്പും അവാർഡ് ദാനവും ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് നിർവഹിച്ചു. അധിനിവേശ ശക്തികൾ ക്ഷേത്രങ്ങളെ തകർത്തുകൊണ്ട് സംസ്കാരത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. ദേശീയപാത നെല്ലായിയിൽ കാറിൽ കടത്തിയ 88 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. കേരള സീനിയർ സിറ്റിസൺ ഫോറം അവനിശ്ശേരി യൂണിറ്റിന്റെ 2ാം വാർഷിക സമ്മേളനം പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ചേരി ALP സ്കൂളിൽ നടന്ന സമ്മേളനം യൂണിറ്റ് പ്രസിഡന്റ് ചന്ദ്രൻ പുറത്താള അധ്യക്ഷത വഹിച്ചു. നമ്മുടെ ആരോഗ്യത്തെ അവഗണിച്ച് പോലും നമ്മൾ കൃത്യമായിട്ട് ജോലിക്ക് പോവും, ജോലി ചെയ്യും, എല്ലാം ചെയ്യും. വിശ്രമ ജീവിതം എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ വിശ്രമിക്കുക മാത്രമല്ല, ദൈനംദിന കാര്യങ്ങളിലും അതുപോലെ തന്നെ കൃത്യനിഷ്ഠയിലും നമ്മൾ പാലിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അത് ഇന്നിപ്പോൾ റിട്ടയർ ചെയ്ത അല്ലെങ്കിൽ സീനിയർ സിറ്റിസൺസൊക്കെ അത് പാലിച്ചു വരികയാണ്. നമ്മുടെ വീടുകളിലൊക്കെ നോക്കിയാൽ നമ്മുടെ കുട്ടികളാണ് എപ്പോഴും നമ്മളൊക്കെ അനുബന്ധിച്ച് വരുന്ന രീതി പാലിക്കാതെ രാത്രി വളരെ വൈകി കിടന്നുറങ്ങാൻ വിളിച്ചാൽ എനിക്കില്ല, നമ്മൾ ഊണ് കഴിക്കണ നേരത്തെ ഉള്ളൂ അവരുടെ കാപ്പുടിക്കല്, അങ്ങനെ കാലം വരുത്തിയ വിനകൾ സമൂഹത്തിൽ വളരെയേറെയാണ്. അതൊക്കെ കാലം വരുത്തിയ മാറ്റങ്ങളാണ്. 26 വർഷത്തിലേറെയായി വയോജനക്ഷേമം ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചു മുന്നേറുന്ന വയോജന ശാഖയ്ക്ക് കേരളത്തിൽ 2000-ലധികം ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇത്രയും വർഷം 2 വർഷം അനുവദിച്ചതെങ്കിൽ പഞ്ചായത്തിന്റെ പ്രതിനിധി ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിന്റെ ഒരു കടപ്പാട് അദ്ദേഹത്തെ കൂടി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഈ കായിക രംഗത്തും കലാരംഗത്തും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശുശ്രൂഷ രംഗത്തും നമ്മൾ പല ആൾക്കാരെയും സഹായിക്കുകയുണ്ടായി. ഒരു കിഡ്നി ഫെയിലിയർ ആയിട്ടുള്ള ഒരാൾക്ക് നമ്മൾ ഒരു സേവനം ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സേവനം നൽകുകയുണ്ടായി. അതുപോലെ തന്നെ നമ്മുടെ തന്നെ ഒരു മെമ്പർ അത്യാഹിതമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അദ്ദേഹത്തെ വീട്ടിൽ പോയി അദ്ദേഹത്തിന് വേണ്ട ചികിത്സാ ചെലവ് കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഓണം, വിഷു, ക്രിസ്മസ്, ഓഗസ്റ്റ് 5 ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും നമ്മളിൽ കഴിയാവുന്ന പരിപാടികളോടുകൂടി വളരെ കൃത്യമായിട്ട് കൊണ്ടാടുന്നു. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് VK ശശിധരൻ, സെക്രട്ടറി PK ഭാസ്കരൻ, വത്സ രാമചന്ദ്രൻ, CC ജോസ്, സേതുമാധവൻ, വാർഡ് മെമ്പർ രമണി നന്ദകുമാർ, വെള്ളാലത്ത് ദാമോദരൻ നമ്പൂതിരി, VR രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് യൂണിറ്റ് അംഗങ്ങളുടെ കലാപരിപാടികളും നടന്നു. അധിനിവേശ ശക്തികൾ ക്ഷേത്രങ്ങളെ തകർത്തുകൊണ്ട് സംസ്കാരത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. ഒരു ഗ്രാമത്തിന്റെ കേന്ദ്രബിന്ദുവാണ് ക്ഷേത്രം. ഒരു ഗ്രാമത്തിന്റെ എല്ലാ കാര്യങ്ങളിലും വളർച്ച ഉണ്ടാകുന്നത് ക്ഷേത്രങ്ങളിൽ നിന്നാണ്. ഒരു സംസ്കാരത്തെ തകർക്കാനാണ് അധിനിവേശ ശക്തികൾ അന്നത്തെ കാലത്ത് ക്ഷേത്രങ്ങൾ തകർത്തതെന്ന്, അതിനാൽ ക്ഷേത്രങ്ങൾ നിലനിൽക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. 500 വർഷത്തിന് ശേഷം ഇപ്പോൾ തിരിച്ചു വന്നിരുന്നതിന് കാലികമായ പ്രാധാന്യം കൂടി നമ്മൾ കാണണം. 500 വർഷം മുമ്പ് ഭാരതം എന്തായിരുന്നു എന്ന് നമ്മൾ അറിയണം. അന്ന് ലോകത്തിലെ 1ാമത്തെ എക്കണോമിക് പവർ ഭാരതമായിരുന്നു. നമ്മളൊരു രാജ്യത്തിൻ്റെ എക്കണോമിക് പവറിനെ
അതിൻ്റെ സാമ്പത്തിക ശക്തിയെ അളക്കുന്നത് GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. ആ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങൾ, കൃഷി, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അന്ന് ലോകത്തിൻ്റെ 35% GDP ഭാരതത്തിലായി. അന്നാണ് അധിനിവേശം വഴി ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടത്. അവസാനത്തെ അധിനിവേശവും കഴിഞ്ഞ് 47 ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ നമ്മുടെ GDP ഒരു 2%. ഇന്ന് ലോകത്തിലെ 5ാമത്തെ ധനശക്തിയായി നമ്മൾ മാറിയിരിക്കുന്നു. അപ്പോഴാണ് ക്ഷേത്രം തുറക്കുന്നത്. ഇത് രണ്ടും നമ്മൾ കൃത്യമായി കണക്ട് ചെയ്യണം. ഇന്ത്യ തിരിച്ചു വരുന്നു, അയോധ്യ തിരിച്ചു വരുന്നു. അത് അസ്വാഭാവികമല്ല, അത് നടക്കേണ്ടതാണ്, നടക്കുകയും ഇനിയും ഇങ്ങനെ പലതും തിരിച്ചു വരും. 500 വർഷങ്ങൾക്ക് മുമ്പ് ഭാരതം എന്തായിരുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. ഭാരതത്തിന് അന്ന് ഇക്കണോമിക് പവർ ഉണ്ടായിരുന്നു. പിന്നീട് അധിനിവേശ ശക്തികളുടെ ആക്രമണത്തിന് ശേഷം നഷ്ടപ്രതാപത്തിൽ നിന്നും തിരിച്ചുവരവിന്റെ കാലഘട്ടത്തിലൂടെയാണ് ഭാരതം നീങ്ങുന്നത്. ഈ തിരിച്ചുവരവിൽ ക്ഷേത്രങ്ങളും തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ടെന്നും ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ പറഞ്ഞു. സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി അധ്യക്ഷനായി. ക്ഷേത്രത്തിലെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ക്ഷേത്രത്തിലെ നടപടിക്രമങ്ങളോ ഉത്സവങ്ങളോ യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ മുടക്കാനും തടസ്സം നിൽക്കാനും തടയപ്പെടുത്താനും അത് ഏതൊക്കെ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും അതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണങ്ങൾ ധാരാളം. ഏറ്റവും അവസാനത്തെ എന്ന് പറയാം, തൃശ്ശൂർ പൂരം നമ്മൾ കണ്ടു. ലക്ഷക്കണക്കിന് ഹൈന്ദവ ഭക്തജനങ്ങൾ 2-3 മാസമായാൽ എല്ലാവരും ഒരേ വേഷമേ ഉള്ളൂ, ഒരേ നാമമാണ് ജപിക്കുന്നത്, സ്വാമിയെ ശരണമയ്യപ്പ. ഒരേ രീതിയിലുള്ള ഭക്ഷണക്രമമാണ്. ഒരു ഗുരുസ്വാമിയുടെ കീഴില് മാല സ്വീകരിച്ച് വ്രതം ആരംഭിച്ചുകൊണ്ട് ആ ഗുരുസ്വാമിയുടെ മന്ത്രോപദേശങ്ങളും അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഒരേ മനസ്സോടുകൂടി ഒരേ ലക്ഷ്യത്തേക്ക് യാത്ര ചെയ്യുന്ന യാത്ര കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്ന് നടക്കം ശബരിമലയിലേക്ക് പോവുകയാണ്. ഒരു പ്രശ്നവുമില്ലായിരുന്നു ശബരിമലയിൽ. പക്ഷേ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാം കെട്ടടങ്ങി എന്ന് വിചാരിച്ച് മനസ്സമാധാനത്തോടു കൂടി നമ്മൾ ഇരിക്കുന്ന സമയത്ത് കൊറോണയും കഴിഞ്ഞ് നല്ലൊരു സുഖമായിട്ടുള്ള ഒരു ഉത്സവം കഴിഞ്ഞ വർഷം വന്നപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി KS നാരായണൻ, ഓർഗനൈസിംഗ് പ്രസിഡന്റ് TU മോഹൻജി, K രാമൻപിള്ള, A ഗോപാലകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി VK ചന്ദ്രൻ, മാതൃസമിതി പ്രസിഡന്റ് കുസുമൻ രാമചന്ദ്രൻ, സെക്രട്ടറി ലക്ഷ്മി പ്രിയ എന്നിവർ സംസാരിച്ചു. ചേർപ്പിൽ ജപ്പാൻ കരോട്ടെ അസോസിയേഷൻ തൃശൂരിന്റെ നേതൃത്വത്തിൽ ജില്ലാ ട്രെയിനിംഗ് ക്യാമ്പും ജപ്പാൻ കരോട്ടെ അസോസിയേഷൻ ബ്ലാക്ക് ബെൽറ്റ് സർട്ടിഫിക്കറ്റ് അവാർഡ് ദാന ചടങ്ങും ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് ഉദ്ഘാടനം ചെയ്തു. തീർച്ചയായും ഇനി ശ്രദ്ധിക്കണം. നിങ്ങൾ ഇതുവരെ ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള കാര്യമാണെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളത്. ഇതുമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷാകർത്താക്കളോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. മുമ്പ് നിങ്ങൾ എങ്ങനെയായിരുന്നു, ഇപ്പോൾ നിങ്ങൾ ഇതൊക്കെ പഠിച്ച് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് അച്ഛനമ്മമാരോടൊന്ന് ചോദിച്ചു നോക്കും. അപ്പോൾ അവർ പറഞ്ഞു തരും. അവർക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും നിങ്ങളുടെ ചേഞ്ചസ്. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഇപ്പോൾ കിട്ടുന്ന നിങ്ങളുടെ ഈ അവസരങ്ങൾ മുമ്പൊന്നും ലഭിക്കാതെ പോയൊരു കാലഘട്ടത്തിൽ മുന്നോട്ട് പോയിട്ടുള്ള ആളുകളാണ് ഞങ്ങൾ കുറച്ചും കൂടി ഇരിക്കുന്ന കുറച്ച് ആളുകൾ. ഇപ്പോൾ നമുക്ക് മുന്നിൽ ഒരുപാട് അവസരങ്ങളാണ്. അതിന് പൂർണ്ണ സപ്പോർട്ടുമായിട്ട് നമ്മുടെ രക്ഷിതാക്കൾ നമ്മുടെ കൂടെയുണ്ട്. മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് തികച്ചും വ്യത്യസ്തമായിട്ടാണ് കുറച്ച് കാലങ്ങളായിട്ട്. മുൻപൊക്കെ നമ്മൾ എന്ത് പഠിക്കണം എന്നുള്ളത്. പെരുമ്പിള്ളിശ്ശേരി മില്ലേനിയം ക്ലബ്ബിൽ നടന്ന പരിപാടി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു. ജപ്പാൻ കരാട്ടെ അസോസിയേഷൻ തമിഴ്നാട് ചീഫ് ഇൻസ്പെക്ടർ സെൻസായ് സണ്ണി മുഖ്യാതിഥിയായി. പരിപാടിയിൽ തൃശൂർ ജില്ലാ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ നേടിയ റിയാസ് KN അനുമോദിച്ചു. സെൻസായ്, റായിസ്, സാബിൻ, അനിൽകുമാർ, അബു, രഘുനാഥ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി.
ദേശീയപാത നെല്ലായിയിൽ കാറിൽ കടത്തിയ 88 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടനാട് വടക്കേക്കര കൊട്ടാവയൽ വീട്ടിൽ 29 വയസ്സുള്ള അജി, പാലക്കാട് ചുള്ളിമട വീട്ടിൽ 22 വയസ്സുള്ള ശ്രീജിത്ത് എന്നിവരാണ് അറസ്റ്റിലായത്. ഇവർ സഞ്ചരിച്ച കാർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഒറീസയിൽ നിന്ന് പെരുമ്പാവൂരിലേക്കാണ് കഞ്ചാവ് കൊണ്ടുപോയതെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകി. രഹസ്യ വിവരത്തെ തുടർന്ന് കൊടകര പോലീസും ഡാൻസപ്പ് സ്ക്വാഡും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. ചെറിയ പാക്കറ്റുകളിലാക്കിയ കഞ്ചാവ് കാറിനുള്ളിലും ഡിക്കിയിലുമാണ് ഒളിപ്പിച്ചു വെച്ചിരുന്നത്. ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പുത്തൂർ പഞ്ചായത്ത് പരിധിയിലെ റോഡുകൾ പൊളിച്ചത് ജനങ്ങൾക്ക് ദുരിതമായി മാറി. മഴ പെയ്തതോടെ പല റോഡുകളും ചെളിക്കുളമായി. പുത്തൂർ പഞ്ചായത്ത് പരിധിയിൽ ജൽജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് സ്ഥാപിക്കാൻ റോഡുകൾ പൊളിച്ചതാണ് ജനങ്ങൾക്ക് ദുരിതമായി മാറിയത്. റോഡ് പൊളിച്ച് പൈപ്പ് സ്ഥാപിക്കാൻ കരാറെടുത്തവരുടെ അനാസ്ഥയാണ് ഇത്തരം ദുരവസ്ഥയ്ക്ക് കാരണമായത്. കാനകീറി പൈപ്പ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ നേരത്തെ റോഡ് എങ്ങനെയാണോ അതേപോലെ പുനർനിർമ്മാണം നടത്തണമെന്നാണ് കരാറിലെ വ്യവസ്ഥ. എന്നാൽ പല ഭാഗത്തും കാന കൃത്യമായി മൂടാൻ പോലും ഇവർ തയ്യാറായില്ല. മഴ പെയ്തതോടെ പല സ്ഥലത്തും മണ്ണൊഴുകിപ്പോവുകയും വലിയ കുഴികൾ രൂപപ്പെടുകയും ചെയ്തു. വലിയ വാഹനങ്ങൾ വരുമ്പോൾ സൈഡ് നൽകാനായി വശങ്ങളിലേക്ക് ഒതുക്കിയാൽ ഇത്തരം കുഴികളിൽ വാഹനം കുടുങ്ങുന്നത് പതിവായി. ചെളിയും നിറഞ്ഞു. ഇത് ഇരുചക്ര വാഹന യാത്രക്കാർ തെന്നിവീഴാനും ഇടയാകും. നല്ല രീതിയിൽ കിടന്ന റോഡുകൾ വരെ ഇത്തരത്തിൽ അധികൃതരുടെ അനാസ്ഥ മൂലം ഇപ്പോൾ തകർന്ന അവസ്ഥയിലാണ്. പഞ്ചായത്ത് പരിധിയിലെ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണാൻ കൊണ്ടുവന്ന പദ്ധതി ഇപ്പോൾ വെളുക്കാൻ തേച്ചത് പാണ്ട എന്ന അവസ്ഥയിലായി. എത്രയും വേഗം ഇതിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദേശീയപാത മുരിങ്ങൂരിൽ KSRTC ബസിന് തീപിടിച്ചു. മുരിങ്ങൂർ കോട്ടമുറിയിൽ വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെയായിരുന്നു സംഭവം. തൃശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന KSRTC ഗരുഡ ബസിന്റെ എഞ്ചിന്റെ ഭാഗത്തു നിന്നാണ് തീപിടിച്ചത്. തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന സഞ്ചാരി ബസിന്റെ എഞ്ചിൻ ഭാഗത്താണ് തീപിടുത്തമുണ്ടായത്. പുക ഉയരുന്നത് കണ്ട ബൈക്ക് യാത്രികനാണ് ഡ്രൈവറെ വിവരമറിയിച്ചത്. ഉടൻ യാത്രക്കാരെ പുറത്തിറക്കിയതിനാൽ ദുരന്തം ഒഴിവായി. ചാലക്കുടി ഫയർഫോഴ്സ് എത്തി തീയണച്ചു. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. എരുമപ്പെട്ടി വെള്ളറക്കാട് ചിറമനേങ്ങാട് ബന്ധുവീട്ടിൽ വിരുന്നുവന്ന 14 വയസ്സുകാരൻ മണ്ണെടുത്ത കുഴിയിൽ മുങ്ങിമരിച്ചു. എടപ്പാൾ സ്വദേശി ചെമ്പകശ്ശേരി വീട്ടിൽ പുരുഷോത്തമന്റെ മകൻ 14 വയസ്സുള്ള അക്ഷയാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. കൂട്ടുകാരുമൊത്ത് വെള്ളറക്കാട് ചിറമേനങ്ങാട് കക്കാട്ടുപാറയിലെ മണ്ണെടുത്ത കുഴിയിൽ കുളിക്കാനിറങ്ങിയ അക്ഷയ് മുങ്ങിത്താഴുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്നവർ ബഹളം വെച്ചതോടെ ഓടിക്കൂടിയ നാട്ടുകാർ കുട്ടിയെ രക്ഷിക്കാൻ ശ്രമം നടത്തിയെങ്കിലും വിഫലമായതിനെ തുടർന്ന് കുന്നംകുളം അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഓഫീസർ ബി വൈശാഖിന്റെ നിർദ്ദേശപ്രകാരം സ്ഥലത്തെത്തിയ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ നിമിഷങ്ങൾക്കകം കുട്ടിയെ പുറത്തെടുത്തു. വെള്ളറക്കാട് SKSSF ആംബുലൻസ് പ്രവർത്തകർ കുട്ടിയെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും മരണം സംഭവിച്ചു. അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥനായ TV സുരേഷ് കുമാറാണ് സ്കൂബ ഡ്രൈവിംഗ് ഉപയോഗിച്ച് 20 അടി താഴ്ചയിൽ നിന്നും കുട്ടിയെ പുറത്തെടുത്തത്. കുന്നംകുളം അഗ്നിരക്ഷാസേന സ്റ്റേഷൻ ഇൻചാർജ് ജയകുമാർ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ബെന്നി മാത്യു, സീനിയർ ഫയർ റെസ്ക്യൂ ഓഫീസർ രവീന്ദ്രൻ, അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥരായ ഹരിക്കുട്ടൻ, ആദർശ്, നവാസ്, ബാബു, ശരത് സ്റ്റാലിൻ, റഫീഖ്, രഞ്ജിത്ത്, വിഷ്ണുദാസ് എന്നിവരടങ്ങുന്ന സംഘമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ടോറസ് ലോറി ഇടിച്ചു തെറിപ്പിച്ച കൂറ്റൻ സർവേ കല്ല് വീണ് ബാങ്ക് കെട്ടിടത്തിന് കേടുപാടുകൾ ഉണ്ടായി. ചേർപ്പ് പടിഞ്ഞാട്ടുമുറിയിലെ ചേർപ്പ് സർവീസ് സഹകരണ ബാങ്ക് ശാഖാ കെട്ടിടത്തിന്റെ ഒരു ഭാഗം കല്ല് വീണ് തകർന്നു. ബാങ്ക് സ്ഥിതി ചെയ്തിരുന്ന ഭാഗത്തു നിന്നും 10 മീറ്റർ അകലേക്കാണ് ഭാരമുള്ള കല്ല് തെറിച്ചത്. രാത്രി ആയതിനാൽ അപകടം ഒഴിവായി. തലയ്ക്കുമീതെ വാളായി വൻമരങ്ങൾ. പൊള്ളുന്ന വേനലിൽ തണലും കുളിരും നൽകിയ മരങ്ങൾ മഴക്കാലമായതോടെ ആദിയാവുകയാണ്. കാറ്റും മഴയും ശക്തമായതോടെ കേടുള്ളതും ബലമില്ലാത്തതുമായ മരങ്ങൾ പലയിടത്തും നിലം പതിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കാറ്റിൽ കൊമ്പുകൾ ഒടിഞ്ഞു വീണ് നിരവധി സ്ഥലങ്ങളിൽ നാശനഷ്ടം ഉണ്ടായി. റോഡിലേക്ക് അപകടാവസ്ഥയിൽ ചെരിഞ്ഞു നിൽക്കുന്ന മരങ്ങളുടെ ഇലകളിൽ മഴവെള്ളം നിറയുമ്പോൾ കനം തൂങ്ങി മരം മറിഞ്ഞു വീഴുന്നു. ചേർപ്പ് മേഖലയിൽ മരം വീണ വലിയ ദുരന്തവും നാശനഷ്ടവും ഉണ്ടായിട്ടുണ്ട്.
കോടന്നൂരിൽ ആൽമരത്തിന്റെ കൊമ്പൊടിഞ്ഞു വീണതുമൂലം തകർന്ന വൈദ്യുതി പോസ്റ്റിന്റെ അടിയിൽപ്പെട്ട് വർഷങ്ങൾക്ക് മുൻപ് 2 പേർ മരിച്ചിരുന്നു. കൂടാതെ വർഷങ്ങൾക്ക് മുമ്പ് ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ മരം വീണ ഒരാൾ മരിച്ചിരുന്നു. കാലവർഷ ദുരന്ത പ്രതികരണ മാർഗരേഖ പ്രകാരം സർക്കാർ വകുപ്പുകളുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കൈവശ ഭൂമിയിലുള്ള അപകടകരമായ മരങ്ങളും മരച്ചില്ലകളും കണ്ടെത്തി മുറിച്ചു മാറ്റുവാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ഉത്തരവ് നൽകാറുണ്ട്. മരങ്ങളും മരച്ചില്ലകളും അപകടാവസ്ഥയിലാണെങ്കിൽ അടിയന്തരമായി മുറിച്ചു മാറ്റേണ്ടതാണെന്നും മുറിക്കാനുള്ള അനുമതിക്കായി ശുപാർശ സമർപ്പിക്കുന്നതിന് ദുരന്ത പ്രതികരണ മാർഗരേഖയുണ്ട്. ഇതുപ്രകാരം പ്രാദേശികമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറി, വില്ലേജ് ഓഫീസർ, പ്രദേശത്തെ വനം റേഞ്ച് ഓഫീസർ എന്നിവരടങ്ങുന്ന സമിതിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. സമിതിയുടെ ശുപാർശ പ്രകാരം തഹസീൽദാർമാർക്ക് മരങ്ങളും മരച്ചില്ലകളും മുറിക്കുവാനുള്ള ഉത്തരവ് നൽകാറുണ്ട്. എന്നാൽ ഈ സംവിധാനങ്ങൾ പലപ്പോഴും നോക്കുകുത്തിയാവുകയാണ്. തൃശൂർ തൃപ്രയാർ റോഡിൽ ചേർപ്പ് പടിഞ്ഞാട്ടുമുറി മുതൽ ചെറുചാനം മുത്തുള്ളിയാൽ ഹെർബർട്ട് കനാൽ വരെ അനേകം മരങ്ങൾ കടപുഴുകിയും ഒടിഞ്ഞും വീണിട്ടുണ്ട്. വാഹനങ്ങൾ, വൈദ്യുതി സംവിധാനം എന്നിവയ്ക്ക് വലിയ നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും ചേർപ്പ് ചെറുചാനം ഭാഗത്ത് അപകടാവസ്ഥയിലുള്ള മരം മുറിക്കാൻ വാർഡംഗം പലതവണ ശ്രമം നടത്തിയിട്ടും മീഡിയ 4 അതേക്കുറിച്ച് വാർത്ത നൽകിയിട്ടും ബന്ധപ്പെട്ട ചേർപ്പ് PWD ഓഫീസിലെ ഉദ്യോഗസ്ഥർ യാതൊരു നടപടിയും എടുത്തില്ല. ഒടുവിൽ ഈയിടെ മരം റോഡിലേക്ക് മറിഞ്ഞു വീണു. റോഡിൽ ഈ സമയം വാഹനവും യാത്രക്കാരും ഇല്ലാതിരുന്നതിനാൽ ദുരന്തമൊഴിവായി. എന്നിട്ടും ബന്ധപ്പെട്ട അധികാരികൾക്ക് ഒരു കുലുക്കവുമില്ല. മഴക്കാലമായാൽ മറിഞ്ഞു വീഴുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുവാൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് രാപകലില്ലാതെ അധ്വാനവുമാണ്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ശ്രീ വിഷ്ണുമായ സന്നിധിയിൽ നടക്കുന്ന ശതദിന ഭാരത നൃത്തോത്സവത്തിന്റെ 77ാം ദിനം ഡോക്ടർ കനദരലയുടെ ശിക്ഷണത്തിൽ പഠിച്ച ഗണപതി സ്തുതിയും ജയദേവ അഷ്ടപതിയും മോഹിനിയാട്ട നർത്തനത്തിലൂടെ ഭദ്ര രാജീവ് ദേവസ്ഥാനത്തെ പ്രേക്ഷക മനസ്സിൽ ഇടം തേടി. പത്മവിഭൂഷൺ ബ്രിജ് മഹാരാജന്റെ ശിഷ്യയായ വീണ ഭട്ട് അവതരിപ്പിച്ച കഥക് നൃത്തം ശ്രദ്ധേയമായി. ബാംഗ്ലൂർ നൃത്തകുടീരിയിൽ നിന്ന് വന്ന ഭരതനാട്യ നർത്തകി ദീപ ഭട്ടും ശിഷ്യരും അവതരിപ്പിച്ച മഹാദേവ ശിവശംഭോ, പ്രളയ പയോധി ജലെ എന്നിവ ഹൃദ്യമായി അവതരിപ്പിച്ചു. കലാകാരികൾക്ക് ഡോക്ടർ ഉണ്ണിസ്വാമി പ്രശസ്തി പത്രവും ശില്പവും നൽകി ആദരിച്ചു. മതിലകത്ത് ഡോൾഫിന്റെ ജഡം കരക്കടിഞ്ഞു. കൂളിമുട്ടം പൊക്ലായ് ബീച്ചിലാണ് ഇന്ന് ഉച്ചയ്ക്ക് 1:30 ജഡം കരക്കടിഞ്ഞത്. 5 അടിയോളം വലിപ്പമുള്ള ഡോൾഫിന്റെ ജഡമാണ് കരക്കടിഞ്ഞത്. ബോട്ടിന്റെയോ മറ്റോ യന്ത്രഭാഗങ്ങൾ തട്ടി പരിക്കേറ്റ് ചത്ത് കരക്കടിഞ്ഞതാണെന്നാണ് സംശയം. വാർഡ് മെമ്പർ EK ബിജുവിന്റെ നേതൃത്വത്തിൽ ജഡം സംസ്കരിച്ചു. പെരുമ്പുള്ളിശ്ശേരി മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിലെ തിരുവോണ ഊട്ട് മെയ് 29 ബുധനാഴ്ച ആഘോഷിക്കും. രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ, നാമജപം, 11 മണിക്ക് പ്രസാദ ഊട്ട്, വൈകുന്നേരം നിറമാല, ചുറ്റുവിളക്ക് എന്നിവ ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 8943703399 9633531314 എന്ന നമ്പറുകളിൽ ബന്ധപ്പെടേണ്ടതാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6640 രൂപ, പവന് 53120 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. കേരള സീനിയർ സിറ്റിസൺ ഫോറം അവണിശ്ശേരി യൂണിറ്റിന്റെ 2ാം വാർഷിക സമ്മേളനം പത്മശ്രീ പെരുവനം കുട്ടൻമാരാർ ഉദ്ഘാടനം ചെയ്തു. ജപ്പാൻ കരോട്ടെ അസോസിയേഷൻ തൃശൂരിന്റെ നേതൃത്വത്തിൽ ജില്ലാ ട്രെയിനിംഗ് ക്യാമ്പും അവാർഡ് ദാനവും ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത് നിർവഹിച്ചു. അധിനിവേശ ശക്തികൾ ക്ഷേത്രങ്ങളെ തകർത്തുകൊണ്ട് സംസ്കാരത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. ദേശീയപാത നെല്ലായിയിൽ കാറിൽ കടത്തിയ 88 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.